ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷായ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നല്ല വൈറ്റമിൻ സിയും അയണും പൊട്ടാഷ്യവും ഫോളേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീട്രൂട്ട് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് വൃത്തിയായി വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം അത് നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വൃത്തിയാക്കുക. അത് മാറ്റി വെച്ചിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, എൻ്റെ കയ്യിൽ ജീരകം ഇല്ലാത്തതുകൊണ്ട് ജീരകപ്പൊടിയാട്ടോ എടുത്തത്, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ഈ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പുരട്ടിയെടുക്കുക. അപ്പോഴേക്ക് ആ തേങ്ങയൊക്കെ കൂടെ മിക്സായിട്ടുണ്ടാവും കേട്ടോ അതിനകത്ത്. ഇതിലേക്ക് നമുക്ക് ഉപ്പും ഇട്ട് തിരുമ്മാം. ഞാനത് മറന്നുപോയതായിരുന്നു. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയാവും. നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുത്ത്, അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്.